ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ. നമ്മുടെ അന്വിക്കുട്ടി കൃഷ്ണനാവുന്ന ഒരു വീഡിയോ. അന്വിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കൃഷ്ണൻ. കൃഷ്ണനായിട്ടാണ് പുള്ളിക്കാരി നടക്കുന്നത് തന്നെ എപ്പോഴും. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്നത് പോലെ ഞാൻ കൃഷ്ണനൊക്കെ ആക്കി. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ മാളികപ്പടിക്കാട്ടോ പോയാൽ. നമ്മൾ ശരിക്കും വട്ടക്കാവ് അമ്പലത്തിൽ നിന്നാണ് മീനടത്താവ് അമ്പലത്തിലോട്ട് ഘോഷയാത്ര വരുന്നത്. പക്ഷേ എനിക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാനും വയ്യ, അതുപോലെ തന്നെ എനിക്ക് നടക്കാനും വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ കവലയിൽ ചെന്നിട്ട്, നമ്മുടെ കവലയിൽ മാളികപ്പടി കവലയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പോയത് കേട്ടോ. അപ്പോൾ ദേ ബാലഗോകുലത്തിൻ്റെ ഡാൻസും അപ്പം നമ്മുടെ പിള്ളേരുടെ പരിപാടിയും ഉറിയടിയും ഒക്കെ ഉണ്ട്. എല്ലാ കവലയിലും അവരിങ്ങനെ നടത്തിയാട്ടോ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഘോഷയാത്ര വന്നു. ഒരു ഇച്ചിരി ലേറ്റായി പ്രാവശ്യം, 7 മണിയായിരുന്നു കേട്ടോ ഘോഷയാത്ര വന്നപ്പം. എന്നാലും കുഴപ്പമില്ല. രഞ്ജിനി ചേച്ചിയും അമ്മയും കൂടെ കേട്ടോ അവളെ ഘോഷയാത്രയ്ക്ക് കയറ്റിക്കൊണ്ട് പോയത്. കാരണം എനിക്ക് നടക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരോടെയാണ് പോയത്. അങ്ങനെ രഥവും അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും മിനുവാണ്ണനും കൂടെ പിന്നെ നേരിട്ട് അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ ചെന്ന് ആൽത്തറയിൽ പോയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് അമ്പലത്തിനകത്ത് എന്നാണല്ലോ എനിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമ്മൾ വെറുതെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ സെറ്റ് സാരി ഒന്നും എടുത്തില്ലായിരുന്നു. സെറ്റ് സാരി കൊടുത്ത് ഘോഷയാത്രയ്ക്ക് പോകുന്ന നല്ലൊരു രസം. അപ്പോൾ അതുകൊണ്ട് അതേ ഘോഷയാത്ര അമ്പലത്തിൻ്റെ അകത്ത് കയറി. അന്വിക്കുട്ടി ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അന്വിക്കുട്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു അവൾ. കാരണം അത്രയും ഇഷ്ടമാണ് കൃഷ്ണനാവാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് പ്രസാദം കിട്ടിയത് കൊണ്ട് തന്നപ്പം വിനുവാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അത് അന്നേരം ചെറുപറ തിന്നാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേ ഡാൻസ്, നമ്മുടെ സ്റ്റേജിലും ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അന്വിക്കുട്ടി ദേ അവിടെ നിന്നിട്ട് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ എവിടെയാണെന്ന്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ അടുത്തോട്ട് ഓടിയാണ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ കിടന്നൊരു ഓട്ടവും പാച്ചിലുമായിരുന്നു. ഭയങ്കര ഒരു കുട്ടി കൃഷ്ണൻ ഇങ്ങനെ ഓടി 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 നടക്കുമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഇടയ്ക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ കയ്യിലിരുന്ന ആട വിനുവാണ് അവൾക്ക് അന്നേരം കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ വിനുവേണ്ട വയറ്റിലോട്ടും പോകുന്നുണ്ട്. കൊച്ചിന് കൊടുക്കാന്നുള്ള ഒരു വ്യാജേന നമുക്കും കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ അത് പിന്നെ അവിടെ കിടന്ന് അവിടെ പാട്ടൊക്കെ വെച്ചതിൻ്റെ അതിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നു, ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അപ്പം പുള്ളിക്കാരിക്ക് കുറച്ച് ഫ്രണ്ട്സ് അവിടെ കുറവുണ്ട്. കാരണം എൻ്റെ വീടും എൻ്റെ സ്ഥലം ആയതുകൊണ്ട് അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു കളിക്കാൻ. അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് ഓടക്കുഴലൂതിയും ഡാൻസ് കളിച്ചും ഒക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ അമ്മയെ കണ്ടു കേട്ടോ. അവിടെ അമ്മയും രഞ്ജിനി ചേച്ചി അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അവൾ അങ്ങോട്ട് ഓടി. അമ്മയ്ക്ക് അന്നേരം കുറച്ച് പായസം കിട്ടിയായിരുന്നു. രണ്ട് ഗ്ലാസ് പായസം അമ്മയ്ക്ക് എവിടെ നിന്നോ ആരോ കൊടുക്കുന്ന കിട്ടിയായിരുന്നു. അപ്പോൾ അത് അമ്മ അവളെ കുടിപ്പിക്കാൻ നോക്കുക കേട്ടോ. പക്ഷെ പുള്ളിക്കാരിക്ക് പായസം അത്ര താല്പര്യമില്ല. വല്ലപ്പോഴും മാത്രം കുടിക്കുന്നൊരു സാധനമാണ് പായസം. പിന്നെ അന്നേരത്തെ വിശപ്പിൻ്റെ പുറമേ അതങ്ങ് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉറിയടി ഉണ്ടായിരുന്നു. ഉറിയടിക്ക് പിള്ളേരെല്ലാം ഓടുന്ന കണ്ടിട്ട് അന്വിക്കുട്ടിക്ക് ഓടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവളെ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തട്ടിയിടുമല്ലോ എന്നോർത്ത് വിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.